القوم الظالمين الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون صدق الله العظيم. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله تعالى وبركاته. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, PKP അബ്ദുൽ സലാം ഉസ്താദ്, PP ഉമർ ഉസ്താദ്, അലി ഹുസൈൻ അൽ ഗന്നാം, ഡോക്ടർ ഗന്നാം അൽ ഗന്നാം, അബ്ദുറഹ്മാൻ ഉസ്താദ്, ജലാൽ ദാരിമി, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കോയിപ്ര പോലുള്ള ചെറിയ ഈ പ്രദേശത്ത് അള്ളാഹുവിൻ്റെ ഭവനം പടുത്തുയർത്താൻ സാധിച്ചതിൽ ഞാൻ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ വർഷം നമ്മോട് വിട പറഞ്ഞ മർഹൂം APV ഹംസ സാഹിബ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഞങ്ങൾ മനോഹരമായ അള്ളാഹുവിൻ്റെ ഭവനം പടുത്തുയർത്തിയത്. അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു സ്വർഗപൂങ്കവനമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് നോക്കുന്നു. ആമീൻ. ഈ അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്നതിൽ നമുക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നത് നമ്മുടെ വിശിഷ്ടാതിഥി അൽ ഹുസൈൻ അൽ ഗന്നാം ആണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതും നമുക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്തു തന്നതും നമ്മുടെ അയൽ നാട്ടിലുള്ള നാസർ കാര്യപ്പള്ളിയാണ്. ഇവർ രണ്ടാളുടെയും പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റ് പള്ളിയുടെ കാര്യങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് സംസാരിക്കുന്നതാണ്. സമയക്കുറവ് മൂലം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നത് കേരള വഖഫ് ബോർഡ് ചെയർമാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തെ നാട്ടുകാർക്ക് വേണ്ടിയും ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടിയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് PKP അബ്ദുൽ സലാം ഉസ്താദ്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാടിന്റെ അഭിമാനമായ ഉസ്താദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദ് നിർമ്മിക്കുന്നതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന ബഹു അൽ ഹുസൈൻ അൽ ഗന്നാം നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ നാടിനും കോയിബ്ര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ പേരിലും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വിശിഷ്ടാതിഥി അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ഗന്നാം അൽ ഗന്നാം. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. It is a pleasure that we are blessed here with the noble presence of that
Most fully personality, His Excellence Sheikh Al Hussein Al Gannam, as our chief guest. With all pleasure, I cordially welcome our chief guest for his village and Koipra Muslim Jamaat Committee to this grand function. Here we have his beloved son, Dr. Gannam Al Gannam, to us our guest and cordially invited him to this function. അതുപോലെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പി ഉമർ മുസ്ലിയാർ. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, മഹ്മൂദ് അള്ളാങ്കുളം, അബ്ദുൽ നാസർ കാര്യപ്പള്ളി, നമ്മുടെ ഖതീബ് ജലാൽ ദാരിമി, നമ്മുടെ അയൽ പ്രദേശത്തെ വെള്ളരിയാനം ചർച്ചിലെ ഫാദർ മാത്യു മുല്ലപ്പള്ളി, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എർമംകുറ്റൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC രാജൻ അവர்களെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മഹ്മൂദ് ഹാജി TP, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻപ് നമ്മുടെ ഈ നാട്ടിൽ കുറെ വർഷങ്ങളായി സേവനമനുഷ്ഠിച്ച, ഇപ്പോൾ കല്ലായി മസ്ജിദിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ റാസിഖ് ഫൈസി ഉസ്താദ് അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കാസിം ഫൈസി, സെയ്ദ് അലവി സഅദി ഉസ്താദുമാരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ റേഞ്ചിന്റെ കീഴിൽ 15ഓളം പള്ളികളിലുള്ള ഖതീബ് ഉസ്താദുമാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നു. അതുപോലെ ഈ സമ്മേളനത്തിൽ ദുആ ചെയ്ത PKP ഉസ്താദ്, ഖിറാത്ത് ഓതിയ സഹൽ മൗലവി കോയിപ്ര എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാ നാട്ടുകാരെയും മറ്റു നാട്ടിലുള്ളവരെയും സഹോദരന്മാരെയും മറ്റ് മതസ്ഥരായ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കോയിപ്ര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇക്ബാൽ സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ നമ്മുടെ ഈ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ ഉപാധ്യക്ഷൻ തന്റെ അനാരോഗ്യം പോലും വകവെക്കാതെ അദ്ദേഹമാണ് 6 മാസങ്ങൾക്ക് മുമ്പ് വളരെ ഒരു ഉച്ച സമയത്ത് നമ്മുടെ പള്ളിയുടെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചത്. അതിന്റെ ആ പള്ളി പൂർത്തിയായി എന്ന് അതിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ച സമയത്ത് ഞാൻ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് ഞങ്ങളുടെ പരിപാടിയുടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയായ ഉപാധ്യക്ഷൻ BKP അബ്ദുസ്സലാം ഉസ്താദ് അവർകളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ബഹുമാനനായ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനനായ PP ഉമർ ഉസ്താദ് അവർകളെ, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ മസ്ജിദ്, ഇവിടെ ഇത്ര സുന്ദരമായ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ സഹായങ്ങളും നൽകിയ, നമ്മുടെ നാടുമായി ഒരു ബന്ധം പോലും ഇല്ലാതെ നമ്മുടെ അയൽപ്രദേശത്തുകാരനായ പ്രിയപ്പെട്ട നാസർ സാഹിബ് പറഞ്ഞതിന്റെ പേരിൽ
അതിന്റെ തുകകൾ മുഴുവൻ നൽകി ഈ മനോഹരമായ അള്ളാഹുവിന്റെ നമുക്ക് സംഭാവന നൽകിയ സൗദി അറേബ്യയിൽ നിന്ന് 3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അലി ഹുസൈൻ ഗന്നാം, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ പ്രിയപ്പെട്ട ഗന്നാം എന്നിവരെ, അതുപോലെ തളിപ്പറമ്പിന്റെ നഗരസഭാ ചെയർമാൻ പ്രിയപ്പെട്ട മഹമ്മൂദ് അള്ളാംകുളം, പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, His Excellency our Chief Guest Sheikh Ali Hussein Al Gannam and his beloved son Dr. Gannam Al Gannam from Kingdom of Saudi Arabia, who showered this mercy and benevolence upon this small village. അതുപോലെ നമ്മുടെ തളിപ്പറമ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ആദരവ് സ്നേഹപൂർവ്വം ഏത് പരിപാടിക്കും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ സാഹിബ്, അതുപോലെ നമ്മുടെ വിശിഷ്ടാതിഥി, നമ്മുടെ മറ്റൊരു വിശിഷ്ടാതിഥി പ്രിയപ്പെട്ട നാസർ സാഹിബ്, നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനാണെങ്കിലും അദ്ദേഹമാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥി. കാരണം ഈ നാട്ടിലേക്ക് ഈ അള്ളാഹുവിന്റെ ഭവനം എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്നുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട മൊയ്തു ഹാജി സാഹിബ്, നമ്മുടെ വെള്ളരിയാനം ചർച്ചിലെ റവറന്റ് ഫാദർ മാത്യു മുല്ലപ്പള്ളി അവർകൾ, നമ്മുടെ ഈ നാട്ടിലെ എല്ലാ സാംസ്കാരിക പരിപാടികൾക്കും തന്റെ സാന്നിധ്യം അറിയിക്കുന്ന അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുപോലെ KC രാജേട്ടൻ, ഞങ്ങൾക്ക് സാങ്കേതികമായി ഈ പള്ളിയുടെ കറണ്ട് കറക്ഷനുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക വിഷമങ്ങൾ നേരിട്ടപ്പോ ഞാൻ അതിന്റെ സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്ന ഈ നാട്ടിന്റെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകൻ പ്രിയപ്പെട്ട രാജേട്ടൻ, അതുപോലെ എന്റെ വേദിയിലെ ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് നേതാക്കളൊക്കെ ഈ വേദിയിലും വേദിക്ക് പുറത്തുമുണ്ട്. അവരെല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ പേരിൽ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് 2 വാക്കിൽ എന്റെ ആദ്യത്തെ പ്രസംഗം അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്ക്, അദ്ദേഹം വളരെ വിഷമിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. കാരണം വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്നലെ രാത്രി 9:30 മണിക്കാണ് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനം ഇറങ്ങിയത്. അവിടെ നിന്ന് നേരെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കൃത്യസമയത്ത് പറഞ്ഞതിലും നേരത്തെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട തങ്ങൾക്ക് 8 മണിക്ക് മലപ്പുറത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം. ഈ മസ്ജിദ് ഇവിടെ വരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട APV ഹംസ സാഹിബ് 1 വർഷം മുമ്പ് നമ്മൾ വിട പറഞ്ഞു പോയ അദ്ദേഹമാണ് ഈ മസ്ജിദ് വരുന്നതിന് വേണ്ടിയുള്ള സ്ഥലം നമുക്ക് സൗജന്യമായി നൽകിയത്. അദ്ദേഹത്തിന്റെ കബറിടം സർവശക്തനായ അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ മസ്ജിദിന് വേണ്ടി അദ്ദേഹം നൽകിയ സേവനം, അതിനു വേണ്ടി മറ്റൊരു ഭവനം സ്വർഗത്തിൽ അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിനെ കുറിച്ച്, ഈ നാട്ടിലെ നമുക്കറിയാം ഇവിടെ പങ്കെടുത്തവരിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന ഐക്യത്തോടുകൂടി മതേതരത്വത്തിന്റെ ഒരു പൂങ്കാവനമായി ജീവിക്കുന്ന ഈ കോയിപ്പ എന്ന പ്രദേശം, ഈ എരമംകുറ്റൂർ പഞ്ചായത്തിലെ ഈ സുന്ദരമായ പ്രദേശം, ഈ പ്രദേശത്തിലെ പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് ഒരുപാട് ജനങ്ങൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചെറിയ പരിപാടി, ഈ ചെറിയ പ്രദേശത്ത് നടക്കുന്ന പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് എല്ലാവരോടും പോയപ്പോൾ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കടപ്പാട് അറിയിക്കുന്നതിന് കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ മസ്ജിദിന് വേണ്ടി നമുക്കറിയാം, ജമാഅത്ത് കമ്മിറ്റിയുടെ മുന്നിൽ ഈ മസ്ജിദിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രിയപ്പെട്ട നാസിർ സാഹിബോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ മദ്രസയുടെ 150ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന മദ്രസയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഒരു മദ്രസയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ സമയത്ത് പ്രിയപ്പെട്ട മസ്ജിദ് എടുക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയുള്ള അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലിയ ഒരു സുന്ദരമായ ഭവനം അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു മസ്ജിദ് എടുത്ത അദ്ദേഹത്തിന് സ്വർഗീയ പൂങ്കാവനത്തിൽ അള്ളാഹു ഒരു നല്ല ഭവനം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും തന്നെ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വേണ്ടി 2 വാക്ക്. ഐ ഫീൽ distressed if my trying away from the noble service from our chief guest for upliftment of our Koipra village. I am sharing a matter of surprise here that we never met His Excellencies through our beloved Nasser Sahib for the purpose of any masjid here, but it was only for the renovation Munirul Islam Higher Secondary Madrasa, which is the pride of our village. Incredibility, on that same occasion our chief guest himself put forward a noble suggestion that we should have here masjid also, and this he gave all financial backup from the depth
desert, we shower our gratitude towards him as he offered us a grand masjid for the sake of Allah, and may Allah offer him a beautiful home at paradise in return. എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, അതുപോലെ ഈ നാട്ടിൽ നമ്മൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥ ഇനിയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോട് തോളൊഴിഞ്ഞ് ജീവിക്കുന്ന ഈ ഐക്യത്തിന് വേണ്ടി ഈ മസ്ജിദ് എന്ന് പറയുന്നത് ഈ നാട്ടിന്റെ മതേതരത്വത്തിന്റെ ഒരു പാരമ്പര്യമായി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകിയ എല്ലാവരോടും ഒരിക്കൽ കൂടി കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അതുപോലെ ഒരുപാട് വിശിഷ്ടാതിഥികൾ നമ്മുടെ വേദിയിൽ പങ്കെടുക്കാനുണ്ട്. 6:30 മണിക്ക് മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് നമ്മുടെ ഈ ഉദ്ഘാടന സെഷൻ അവസാനിപ്പിക്കാനുണ്ട്. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഊർജ്ജ കേന്ദ്രം, ആശയും വിശ്വാസവും അർപ്പിച്ച ജനതയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന സ്വാന്തനത്തിന്റെ പൂമരത്തണൽ, വർഗീയ കലാപത്തിന്റെ തീപ്പൊരി വീഴാൻ അനുവദിക്കാതെ കേരള ജനതയ്ക്ക് കാവലൊരുക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ രാജശില്പി, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഒരാൾക്കും സ്വാധീനിക്കാനാവാത്ത ജനതീയ കോടതിയിലെ അമരക്കാരൻ, വഖഫ് ബോർഡിന്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. أدعو لافتتاح هذا المسجد رئيس لجنة وقف لولاية كيرلا السيد رشيد علي شهاب ابن مرحوم السيد عمر علي شهاب فانكاد. تفضل مشكور. أهلا وسهلا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. ബഹുമാന്യനായ അധ്യക്ഷൻ ഇക്ബാൽ കോയിപ്ര, ഈ വേദിയിലെ മുഖ്യാതിഥി PKP അബ്ദുസ്സലാം മുസ്ലിയാർ, അലി ഹുസൈൻ അൽ ഗന്നാം, ഡോക്ടർ ഗന്നാം അൽ ഗന്നാം, മുഖ്യപ്രഭാഷണം നടത്തുന്ന PP ഉമർ മുസ്ലിയാർ, വേദിയിൽ ആശംസകൾ സംസാരിക്കുന്ന KPP തങ്ങൾ, ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, മുഹമ്മദ് അള്ളാങ്കുളം, ഫാദർ മാത്യു മുല്ലപ്പള്ളി, KC രാജൻ, ഈ വേദിയിലും സദസ്സിന് സന്നിഹിതരായിട്ടുള്ള മറ്റു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, എൻ്റെ സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നാം ഇന്നിവിടെ കോയിപ്പറിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മ വേദിയിലാണ് ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹു നമ്മുടെ ഈ സംഗമ സ്വാലിഹായ അമലായി സൽക്കരമായ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുവീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മസ്ജിദ് നിർമ്മിക്കുന്നതിന് സ്ഥലം നൽകിയ മർഹൂം APV ഹംസ സാഹിബ് ഇന്ന് നമ്മോടൊപ്പം ഇല്ലതാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ഈ ധാരാളം പള്ളി മസ്ജിദ് നിർമ്മാണത്തിന് വേണ്ടി വിദേശത്ത് നിന്നും അതേപോലെ നാട്ടിലുള്ള ആളുകളുടെയൊക്കെ സഹായങ്ങളും സേവനങ്ങളും കൊണ്ടാണ് ഈ ഭവനം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അള്ളാഹു ഇതിനു വേണ്ടി സഹകരിച്ച പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും അള്ളാഹു ഇരുവീട്ടിൽ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ നാട് കോയിപ്ര എന്ന പ്രദേശം എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് എന്നറിയാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. വന്ന ഉടനെ ഞാൻ ഫാദറിനോട് മാത്യുവിനോട് സംസാരിച്ചു. മാത്യു എന്നോട് കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശമെന്ന് അറിയാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ മതവിഭാഗങ്ങളെയും സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. പള്ളി മസ്ജിദ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന ആണ്. സമാധാനത്തോടുകൂടി നാട്ടിലൊരു പള്ളി ഉണ്ടായാലും ആ പള്ളിയോട് അനുബന്ധിച്ച് സമാധാനമാണ് കൈവരുന്നത്. അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമാധാനം കിട്ടുന്ന ഒരു പ്രദേശം ഒന്നാണ് പള്ളി എന്ന് പറഞ്ഞാൽ. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും സമാധാനത്തിന് സന്ദേശം കൊള്ളുന്ന അല്ലെങ്കിൽ നൽകുന്ന അള്ളാഹുവിന്റെ ഭവനമാണ് മസ്ജിദ്. അതിൽ അള്ളാഹു നമുക്ക് ആരാധന നിർബന്ധമായ 5 വക്ത് നിർബന്ധമായ നമസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ഇതര ആരാധന കർമ്മങ്ങൾ അടക്കം പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ നാം തയ്യാറാവണം. കാരണം ഇന്നിവിടെ ഒരു പുതിയ പള്ളി വന്നു. ഇതിന്റെ പരിപാലകർ, ഇതിന്റെ പരിസരവാസികളായ ആളുകളാണ് ഈ പള്ളി പരിപാലിക്കേണ്ടത്. ഈ പള്ളിയിൽ നിന്ന്
5 വക്ത് നിർബന്ധമായ നമസ്കാരത്തിന് അല്ലാഹു അക്ബർ എന്ന് അങ്ങനെ വിളിക്കുമ്പോൾ അതിന് ഉത്തരം നൽകേണ്ടത് നമസ്കാരത്തിലൂടെയാണ്. നമസ്കാരത്തിന് നിർവഹിക്കാൻ അതിനെ പള്ളിയിൽ വന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്കെല്ലാം നമസ്കാരത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അതോടെ തന്നെ അള്ളാഹിന്റെ ദീനിന്റെ സന്ദേശം സമൂഹത്തിന് നൽകി മുന്നോട്ട് പോകാൻ കഴിയുകയും വേണം. നാം നിരവധി ആരാധന കർമ്മങ്ങൾ, നമസ്കാരത്തിന് ശേഷമുള്ള ധാരാളം ആരാധന കർമ്മങ്ങളുണ്ട്. ഖുർആൻ പാരായണം, അല്ലെങ്കിൽ സ്വലാത്ത് മജ്ലിസ്, അതല്ലെങ്കിൽ ദർസ്, മറ്റു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ ഒക്കെ പള്ളിയിൽ വെച്ച് സംഘടിപ്പിക്കുകയും പള്ളി എപ്പോഴും സജീവമാക്കുകയും വേണം. അങ്ങനെ പള്ളി 5 വക്ത് നമസ്കാരത്തിന് നിർവഹിക്കാൻ പള്ളിയിൽ മുഴുവനായിട്ടും പള്ളി നിറയെ ആളുകൾ ഉണ്ടെങ്കിൽ ആ പള്ളിയുടെ ഭംഗി കൂട്ടുന്നത് ആ നമസ്കാര നിർവഹണത്തിലൂടെയാണ്. അത് പള്ളി പ്രത്യേകിച്ച് പെയിന്റോ ലൈറ്റോ അല്ലെങ്കിൽ മാർബിളോ മറ്റു അലങ്കരിച്ചു കൊണ്ടല്ല, പള്ളി ആരാധനകൾ കൊണ്ട് അലങ്കൃതമായിരിക്കണം എന്നുള്ളത്, ആരാധനകൾ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളതാണ് പള്ളി നാം ചെയ്യേണ്ടത്. അപ്പൊ പള്ളി പരിപാലിക്കേണ്ട ബാധ്യത പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ആളുകളിൽ അർപ്പിതമാണ്. ഈ പള്ളി നിർവഹിച്ചതോടുകൂടി അത് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകിയ, സ്ഥലം നൽകിയ ആളുകൾ അവരുടെ ഉത്തരവാദിത്തോട് കഴിഞ്ഞു. പക്ഷേ അതിന് പരിപാലനം നടത്തേണ്ടത്, നിർവഹിക്കേണ്ടത് ഇതിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ ആ കൃത്യം വളരെ കൃത്യനിഷ്ഠതയോടുകൂടി നമസ്കരിക്കാൻ അല്ലാഹു അക്ബർ എന്ന് വാങ്ങി വിളിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ കഴിവതും ആളുകളെല്ലാം പള്ളികൾ വന്നുകൊണ്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ തയ്യാറാവുകയും അതിലൂടെയാണ് നമുക്ക് പരലോക ജീവിത വിജയം കൈവരിക്കാൻ സാധ്യമാകുന്നത്. കാരണം 5 വക്ത് നമസ്കരിക്കുന്നുണ്ട്, നാം മനുഷ്യരാണ്. അള്ളാഹുവിനോട് നമസ്കാരത്തിന് ശേഷം ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അള്ളാഹു കാരുണ്യവാനാണ്. നമ്മുടെ പ്രയാസങ്ങളെ, ദുരിതങ്ങളൊക്കെ അള്ളാഹു അതിനെ നിറവേറ്റി തരും, ഒഴിവാക്കി തരും. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പുതിയ പള്ളി വന്നു, പള്ളി പരിപാലിക്കേണ്ട ബാധ്യത അവർ ഉത്തരവാദിത്തോടു കൂടി നിർവഹിക്കുകയും എല്ലാ മതവിഭാഗങ്ങളോടും നല്ല സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയും വേണം. അതിലൂടെ നമുക്ക് പരലോക ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിച്ചമായിരിക്കണം, സന്ദേശമായിരിക്കണം സമൂഹത്തിന് നൽകേണ്ടത്. അള്ളാഹിന്റെ പ്രവാചകന്റെ സന്ദേശം നൽകിക്കൊണ്ട് നേരായ മാർഗത്തിലൂടെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു എല്ലാ രീതിയിലുള്ള ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വൈകി വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടന ക്രമം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട്